സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു ലാൻഡ്സ്കേപ്പ് വീഡിയോനെ എങ്ങനെ ക്രോപ്പിങ്ങും സൂമിങ്ങും ഒന്നും ചെയ്യാതെ തന്നെ വെർട്ടിക്കലി ആക്കാമെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ കണ്ടിട്ടുണ്ടാവും. സോ അതെങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. സോ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തത് ക്യാപ്കട്ട് എന്ന ആപ്പ് യൂസ് ചെയ്തിട്ടാണ്. സോ നിങ്ങളുടെ മൊബൈലിൽ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അവിടുന്ന് ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നേരെ ക്യാപ്കട്ടിലേക്ക് ഇമ്പോർട്ട് ആകുന്നതായിരിക്കും. അതിനുശേഷം താഴെ നിങ്ങൾക്ക് കുറേ ടൂൾസ് കാണാൻ കഴിയും. അതിൽ നിന്ന് ഏറ്റവും അവസാനത്തെ ക്യാൻവാസ് ടൂൾ സെലക്ട് ചെയ്ത് അതിനകത്ത് കളർ എന്നുള്ള ഓപ്ഷനിനകത്ത് കളർ വൈറ്റ് ആക്കി കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾ റേഷ്യോ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം 9:16 എന്ന റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ ആ ഒരു വീഡിയോ സെൻറ്ററിലാണുള്ളത്. ആ സെൻറ്ററിലുള്ള വീഡിയോനെ നമുക്ക് ഏറ്റവും അടിയിലേക്ക് ആക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോ ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള വീഡിയോ പോർട്രേറ്റിലേക്ക് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. സോ ആ ഒരു വീഡിയോ ഡ്രാഗ് ചെയ്തിട്ട് താഴേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം ഫുൾ സ്ക്രീൻ കൊടുത്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നേരെ നിങ്ങളെ മൊബൈലിലെ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അഡോബ് ഫയർഫ്ലൈ സെർച്ച് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് കാണുന്ന ആ ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് നിങ്ങളെ ജിമെയിലും ID കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റപ്പ് ചെയ്യാം. അതിനുശേഷം ഏറ്റവും താഴത്തെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റീവ് ഫീൽഡിൻ്റെ അകത്ത് ക്രിയേറ്റ് വിത്ത് ഫയർഫ്ലൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അപ്ലോഡ് ഇമേജിൻ്റെ ബ്ലൂ ബോക്സ് കാണാൻ കഴിയും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ എടുത്ത ആ ഒരു സ്ക്രീൻഷോട്ട് ഇമേജ് ഇതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് ഓപ്പൺ ചെയ്ത് വരിക. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ ആണോ ഉള്ളത് നോക്കുക. അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു വൈറ്റ് പാർട്ട് ഫുള്ളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ആ ഒരു വൈറ്റ് പാർട്ടിൻ്റെ മേലെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം സെലക്ട് ആകുന്നതായിരിക്കും. വൈറ്റ് പാർട്ട് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റവും അടിക്കകത്ത് ഒരു ജനറേറ്റ് എന്നുള്ള ബട്ടൺ വന്നിട്ട് കാണാൻ കഴിയും. ജസ്റ്റ് ആ ജനറേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ആ ജനറേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊരു 1 മിനിറ്റോളം ലോഡായി കിടക്കും. ജസ്റ്റ് ആ ലോഡിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ആ ഒരു മേലെ വരേണ്ട ഇമേജ് അവിടെ വരുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനകത്ത് 3 ഇമേജസ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ഇമേജിന് മാച്ചായിട്ട് കുറച്ചും കൂടി റിയാലിറ്റി തോന്നിക്കുന്ന ഒരു ഫോട്ടോ ആണ് നിങ്ങൾ ആ ഒരു 3 അകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഇമേജാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് കുറച്ചും കൂടി ഒരു റിയാലിറ്റി തോന്നിക്കുന്നത്. സോ ആ ഒരു രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്തതിനു ശേഷം ഏറ്റവും ടോപ്പിൽ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫോട്ടോ നിങ്ങളുടെ മൊബൈലിലേക്ക് സേവ് ചെയ്തെടുക്കുക. സേവ് ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ ക്യാപ്കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ടൂൾ ബോക്സിൻ്റെ അകത്ത് ഓവർലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ഒരു ഓവർലേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ആഡ് ഓവർലേ കൊടുക്കുക. ആഡ് ഓവർലേ കൊടുത്തതിന് ശേഷം നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ഓവർലേ ആയിട്ട് നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേലത്തെ വീഡിയോന് കവർ ആയിരുന്ന വിധത്തിൽ ഫുള്ള് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ആ ഒരു ബ്ലാക്ക് ഭാഗം ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഫില്ല് ചെയ്ത് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ മറ്റേ വീഡിയോന് സൂം ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് അതിനുശേഷം നിങ്ങൾ നേരെ ടൂൾ ബോക്സിൻ്റെ അകത്ത് നിങ്ങൾ മാസ്കിങ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മാസ്കിങ് ഓപ്ഷനിൽ നിങ്ങൾ ഫസ്റ്റത്തെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് താഴത്തെ ആ വീഡിയോന് മാച്ച് ആയിട്ടുള്ളത് ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഇങ്ങനെയാണ് ലാൻഡ്സ്കേപ്പ് വീഡിയോനെ ഒരു പോർട്രേറ്റ് മോഡിലേക്ക് ആക്കി മാറ്റി എഡിറ്റ് ചെയ്യുന്നത്. സോ ഇതുപോലത്തെ കൂടുതൽ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, താങ്ക് യു.